പരിശോധിക്കുന്നത്. നിങ്ങളുടെ നേതാവ് പിണറായി വിജയൻ ഹിറാ സെന്ററിൽ പോയി ഈ അമീറുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയ പടം ഞാൻ കാണിച്ച അവിടെ പോയി അവരുടെ ആസ്ഥാനത്ത് പോയി അവരുടെ പിന്തുണ അവർ നല്ല ആളുകളാണെന്ന് പറഞ്ഞ ആളാണ് പിണറായി വിജയൻ. കല്ല് വെച്ച നുണ. ശ്രീ പിണറായി വിജയൻ ജമാഅത്ത് ഇസ്ലാമിയുടെ ആസ്ഥാനമായിട്ടുള്ള ഹിറാ സെന്ററിൽ പോയിട്ടുണ്ടോ? ഇല്ല. പിണറായി വിജയൻ ഹിറാ സെന്ററിലോ ജമാഅത്ത് ഇസ്ലാമിയുടെ ഏതെങ്കിലും ആസ്ഥാനത്തോ മീഡിയ വണ്ണിന്റെ ഓഫീസിൽ പോലും ഇതുവരെ പോയിട്ടില്ല. അവിടെ പോയി ആരെയും കണ്ടിട്ടുമില്ല. ശ്രീ വി ഡി സതീശൻ ഇപ്പൊ പറഞ്ഞത് പച്ചക്കള്ളമാണ്. മുൻപിൽ നിൽക്കുന്ന മാധ്യമ പ്രവർത്തകർ തിരുത്തില്ലെന്നും കൗണ്ടർ ചോദ്യങ്ങളൊന്നും ചോദിക്കില്ലെന്നുമുള്ള ഉറപ്പിൽ പറഞ്ഞ കള്ളം. അധികം ഇതിനു മുകളിൽ ഞാൻ പറയുന്നില്ല. നമുക്ക് അടുത്ത നുണയിലേക്ക് പോവാം. SITയുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സമ്മർദ്ദം ചെലുത്താൻ ശ്രമിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത്. സമ്മർദ്ദം ചെലുത്തി അവർ ആ സമയത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവരെ ഒന്നും ചോദ്യം ചെയ്യാതെ ഒന്ന് നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. അത് കോടതി അത് തന്നെ പറഞ്ഞു. കോടതി ഏത് തന്നെ പറഞ്ഞു? കോടതി അത് തന്നെ പറഞ്ഞു ഇല്ലേ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ കോടതി അതേ അഭിപ്രായം തന്നെ പറഞ്ഞു. SITയുടെ മുകളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദമുണ്ടെന്ന് കോടതി പറഞ്ഞോ? കോടതി അത് തന്നെ പറഞ്ഞു ഇല്ലേ? ഇല്ല, അങ്ങനെ കോടതി പറഞ്ഞിട്ടില്ല. ശബരിമല കേസ് അന്വേഷിക്കുന്ന SITക്ക് മുകളിൽ മുഖ്യമന്ത്രിയുടെയോ മറ്റേതെങ്കിലും മന്ത്രിമാരുടെയോ ഓഫീസിന്റെ സമ്മർദ്ദമുണ്ടെന്ന് ഒരു കോടതിയും ഇതുവരെയും എവിടെയും പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, ഈ കേസ് അന്വേഷണത്തിൽ SITയുടെ അന്വേഷണത്തിൽ തൃപ്തരാണെന്നാണ് ഈ കേസിന് മേൽനോട്ടം വഹിക്കുന്ന ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഒബ്സർവേഷൻ പോലും. ആ സമയത്താണ് വി ഡി സതീശൻ വന്ന് നൈസായിട്ട് ഇങ്ങനെ വന്നിട്ട് SITക്ക് മുകളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സമ്മർദ്ദമുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നതല്ലേ, ഞാൻ പറഞ്ഞത് തന്നെ കോടതിയും ആവർത്തിച്ചില്ലേ എന്നും പറഞ്ഞിട്ട് മാധ്യമങ്ങളുടെ ഒരു അപ്രൂവലിന് വേണ്ടിയിട്ട് ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ മാധ്യമങ്ങള് ആ കോലും പിടിച്ചിട്ട് ഇങ്ങനെ നമുക്കിനി അടുത്ത നുണയിലേക്ക് പോവാം. RSSന്റെ വോട്ട് കിട്ടി ആ മുന്നണിയിൽ ജയിച്ചു വന്ന ആളാണ് പിണറായി വിജയൻ. ഈ നുണ ആദ്യമായിട്ടല്ല ശ്രീ വി ഡി സതീശൻ പറയുന്നത്. ഇതേ സാധനം തന്നെ കഴിഞ്ഞ വർഷം നിയമസഭയിൽ ഒന്ന് ഇറക്കി നോക്കിയതാണ്. അവിടെ നിന്ന് വസ്തുതാപരമായിട്ട് നല്ല ഊക്കും വാങ്ങിക്കൂട്ടിയതാണ് സതീശൻ. അതിന്റെ തെളിവ് നിയമസഭാ രേഖകളിലും നോക്കിയാൽ കാണാൻ കഴിയും. പല ആവർത്തി പറഞ്ഞ് പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒരേ നുണ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് ഇത് പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലൊക്കെ വിശ്വസിച്ചോളും എന്ന് കരുതിയിട്ടാകണം. അന്നത്തെ ജനസംഘത്തിന്റെ പിന്തുണയോടുകൂടി ഒരുമിച്ച് മത്സരിച്ച് ഒരേ പാനൽ മത്സരിച്ച് അങ്ങനെ വന്ന ആളാണിത്. അല്ലയോ സതീശൻ സാറേ, 1977 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ത്യയിൽ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അന്ന് ജനസംഘം ഇല്ലല്ലോ, ജനസംഘം പിരിച്ചുവിട്ടതാണല്ലോ എന്ന ലളിതമായ ചോദ്യം സതീശന് മുൻപിൽ ഇങ്ങനെ കോലും പിടിച്ചു നിൽക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനും തകയും ചോദിച്ചില്ല. പകരം സതീശന്റെ വായിൽ നിന്നും വന്ന ആ നുണ കലർന്ന തുപ്പൽ വിഴുങ്ങി അങ്ങനെ ഓച്ചാനിച്ചു നിന്നു. വി ഡി സതീശൻ ഇങ്ങനെ പച്ചക്കള്ളം പറയുമ്പോൾ ഒരു മറുചോദ്യവും ചോദിക്കാതെ മിണ്ടാതെ നിന്നാൽ ചിലപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ നിന്ന് ഇക്കൂട്ടർക്ക്, ഈ മാധ്യമ പ്രവർത്തകർക്ക് ചിലപ്പോൾ വല്ലതും നക്കാനും നുണയാനൊക്കെ കിട്ടുന്നുണ്ടാവും. KG മാരാരാണ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പ്രസംഗിച്ചത്. അത് വളരെ നന്നായി. KG മാരാരുടെ കാര്യം സതീശൻ എടുത്തു പറഞ്ഞത് വളരെ വളരെ നന്നായി. ഈ KG മാരാരുടെ ജീവചരിത്രത്തിൽ ഒരു വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു അധ്യായമുണ്ട്. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ പാഴായ പരീക്ഷണം എന്നാണ് ആ അധ്യായത്തിന്റെ പേര്. കേരളത്തിൽ കോൺഗ്രസും ലീഗും BJPയും തമ്മിൽ എങ്ങനെയാണ് ഒന്നിച്ചത് എന്നുള്ളതാണ് ആ അധ്യായത്തിലുള്ളത്. അതിൽ അധികം ആരും ചർച്ച ചെയ്യാത്ത വളരെ പ്രധാനപ്പെട്ട വരിയുണ്ട് ഈ അധ്യായത്തിൽ. ആ വരി ഇങ്ങനെയാണ്: UDFും BJPയും തമ്മിലുള്ള ഒരു ഐക്യത്തിന് വേണ്ടി പൂച്ചയ്ക്കാര് മണി കെട്ടും എന്നിങ്ങനെ ശങ്കിച്ച് നിൽക്കുന്ന സമയത്ത് അതിനെ സഹായിച്ചത്, UDF BJP ബന്ധത്തിന് സഹായിച്ചത് 2 മാധ്യമ പ്രവർത്തകരാണത്രേ, 2 പത്രപ്രവർത്തകരാണത്രേ. ഈ വലതുപക്ഷം പറയുന്ന നുണ വെറുതെ വിഴുങ്ങി നിൽക്കാൻ മാത്രമല്ല, കേരള ചരിത്രത്തിലെ ഏറ്റവും അശ്ലീലവും അസംബന്ധവുമായിട്ടുള്ള കൂട്ടുകെട്ടിനെ ചുക്കാൻ പിടിച്ചത് പോലും ഈ അധമവർഗമാണെന്ന് സാരം. വിഷയത്തിന് തെന്നിമാറുന്നില്ല. വി ഡി സതീശന്റെ നുണകളിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഞങ്ങൾ ആരോടെങ്കിലും കേരളത്തിൽ പറഞ്ഞോ CM DRF പൈസ കൊടുക്കുന്നത്? ഞങ്ങൾ കൊടുത്തു, ഞങ്ങൾ മാതൃക കാണിച്ചു. അല്ല, ആരാണ് ഈ ഞങ്ങൾ? കോൺഗ്രസ് ആണോ? കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരു അവസാന വാക്ക് എന്നുള്ളത് KPCC പ്രസിഡന്റ് ആയിരിക്കുമല്ലോ. ഈ വയനാട് ദുരന്തം നടക്കുന്ന സമയത്ത് കേരളത്തിലെ KPCC പ്രസിഡന്റ് ശ്രീ K സുധാകരനാണ്. ഈ K സുധാകരൻ CM DRFിലേക്ക് പൈസ കൊടുക്കുന്നതിനെ പറ്റി എന്താണ് പറഞ്ഞതെന്ന് കേൾക്കണ്ടേ? ആദ്യം നമുക്ക് അത് കേൾക്കാം. രമേശ് ചെന്നിത്തല 1 മാസത്തെ ശമ്പളം നൽകുന്നു ഇപ്പൊ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും പാർട്ടി ആലോചിക്കുന്നുണ്ടോ? പൊതുവിൽ അങ്ങനെ ആലോചിക്കുന്നുണ്ടോ? സർക്കാരിന് കൊടുക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. പാർട്ടിക്ക് തന്നെ അതിന്റേതായ ഫോറം ഉണ്ട്. ഇപ്പൊ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും ഇത് തുടങ്ങിയിട്ടുണ്ടല്ലോ. അത് ത്രൂ ചെയ്താൽ മതിയല്ലോ. ഇടതുപക്ഷത്തിന്റെ കൈ കൊണ്ടുവെക്കേണ്ട കാര്യമൊന്നുമില്ല. രമേശ് ചെന്നിത്തല ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു അത്ര രമേശ് ചെന്നിത്തല കൊടുത്തിട്ടുണ്ടെങ്കിൽ
ഇതായിരുന്നു അന്നത്തെ കോൺഗ്രസിന്റെ സ്റ്റാൻഡ്. അതായത് CMDRF വഴി പൈസ ഒന്നും കൊടുക്കണ്ട, ഇന്റേണൽ സംവിധാനം വഴി മാത്രം പൈസ കൊടുത്താൽ മതി എന്നായിരുന്നു. ഞങ്ങൾ ആരോടെങ്കിലും കേരളത്തിൽ പറഞ്ഞോ CMDRF പൈസ കൊടുക്കരുത്? ഞങ്ങൾ എങ്ങനെയുണ്ട്? ഞങ്ങളാരും കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്ന പച്ചക്കള്ളം വി ഡി സതീശൻ ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മുടെ മുഖ്യധാര കോലുപിടുത്തക്കാർ സതീശന്റെ മുൻപിൽ ഇങ്ങനെ മിണ്ടാതെ ഉരിയാടാതെ ആ പറഞ്ഞത് കേട്ട് അങ്ങനെ വിഴുങ്ങി അങ്ങനെ നിന്നു. ഇനി പറയാൻ പോകുന്നതാണ് വി ഡി സതീശൻ പറഞ്ഞ കഴിഞ്ഞ ആഴ്ചയിലെ ഏറ്റവും വലിയ നുണ. ഈ നുണകളുടെ രീതിശാസ്ത്രത്തെ പറ്റിയും സൈക്കോളജിയും പറ്റിയൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള റിസർച്ച് വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർക്ക് എടുത്ത് പഠിക്കാൻ കഴിയുന്ന ഒരു സാമ്പിൾ സൈസ് ഐറ്റമാണ് ഇനി കാണിക്കാൻ പോകുന്ന ഐറ്റം. ഇടതുപക്ഷത്തിന്റെ സമയത്തും കേരളത്തിൽ വർഗീയ കലാപങ്ങൾ നടന്നിട്ടുണ്ട്. കേരളത്തിൽ പല സ്ഥലത്ത് നടന്നിട്ടുണ്ട്. കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായി നടന്നിട്ടുണ്ട്. അശ്വാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നടന്നിട്ടുണ്ട്. പല സമയത്തും നടന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ നുണ സതീശൻസ് നുണ ഓഫ് ദ വീക്ക് ആണെന്ന് ഞാൻ പറയാം. അതിനു മുമ്പ് ശ്രീ വി ഡി സതീശനോടൊരു ചോദ്യം. അത് ഏതൊക്കെ കലാപമാണ് സാറേ? 1971 തലശ്ശേരി കലാപം നടക്കുന്ന സമയത്ത് കേരളം ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. ഇനി ചാലയിലെ വർഗീയ ലഹളയാണോ? ആ സമയത്ത് ഭരിക്കുന്നതും കോൺഗ്രസ് ആണ്. 92 പൂന്തുറ വർഗീയ ലഹള, ആ സമയത്ത് ഭരിക്കുന്നതും കോൺഗ്രസ് ആണ്. 2003 മാറാട് കലാപ സമയത്തും അവസാനം നടന്ന നാദാപുരത്തെ വർഗീയ ലഹള സമയത്തും ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. എന്തുകൊണ്ടാണ് ഈ നുണ ഓഫ് ദ വീക്ക് ആണെന്ന് പറയാനുള്ള കാരണം, അല്ലെങ്കിൽ റിസർച്ച് വിദ്യാർത്ഥികൾക്ക് എടുത്ത് പഠിക്കാൻ പറ്റുന്ന ഐറ്റം ആണെന്ന് പറയാനുള്ള കാരണം ഞാൻ പറയാം. കേരളത്തിൽ പല സ്ഥലത്ത് നടന്നിട്ടുണ്ട്. കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായി നടന്നിട്ടുണ്ട്. അശ്വാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നടന്നിട്ടുണ്ട്. പല സമയത്തും നടന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചോ? വി ഡി സതീശൻ ഈ നുണ പ്ലാൻ ചെയ്തതിന്റെ ഒരു രീതി നിങ്ങൾ ശ്രദ്ധിച്ചോ? BS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായ സമയത്ത് കേരളത്തിൽ വർഗീയ കലാപം നടന്നിട്ടുണ്ട്. കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായ സമയത്തും കേരളത്തിൽ വർഗീയ കലാപം നടന്നിട്ടുണ്ട് എന്നുള്ളത് പറയുന്നത് തന്നെ നുണയാണ്. പറയുന്ന സംഭവം തന്നെ നുണയാണ്. ആ നുണയെ കുറച്ചുകൂടെ വലുതാക്കി കാണിക്കാനും അതിന്റെ ഓതന്റിസിറ്റി കൂട്ടാനും ഒന്നിലധികം വർഗീയ കലാപങ്ങൾ ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് നടന്നിട്ടുണ്ട് എന്ന് കാണിക്കാനും വേണ്ടിയാണ് ഈ രീതി. BSഉം അതുപോലെ തന്നെ കോടിയേരി ബാലകൃഷ്ണനും രണ്ടുപേരും മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നത് ഒരു കാലഘട്ടത്തിലാണ്, വ്യത്യസ്ത കാലഘട്ടങ്ങളിലല്ല. അപ്പോൾ ഒരു നുണ അങ്ങനെ ടക്കെന്ന് പ്ലാൻ ചെയ്യാണ്, ഈ രീതിയിൽ പറഞ്ഞ് അവതരിപ്പിക്കുകയാണ്. UDFന്റെ ഭരണകാലഘട്ടം പോലെ LDF ഭരിച്ച സമയത്തും കേരളത്തിൽ വർഗീയ കലാപങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇതെല്ലാം വ്യത്യസ്ത സമയങ്ങളിലാണെന്ന് കാണിക്കാനാണ് ഈ വ്യത്യസ്തമായിട്ട് പുള്ളി ഇത് അവതരിപ്പിച്ചത്. അതൊരു മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഒരു നുണ പറയൽ രീതിയാണ്. ഉദാഹരണത്തിന് 9ാം ക്ലാസ്സിൽ പഠനം നിർത്തിയ ഒരാൾ, 9ന് ശേഷം പുള്ളി സ്കൂളിൽ പോയിട്ടില്ല. ആൾ വന്നിട്ട് എന്ന് പറയാണ്, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കാൻ പോയപ്പോൾ 10ാം ക്ലാസ്സിൽ എനിക്കായിരുന്നു ഫസ്റ്റ്. മാത്രമല്ല ഞാൻ SSLCക്ക് പോയപ്പോഴും എനിക്ക് SSLCയിൽ ഫസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? വളരെ ചുരുങ്ങിയ നേരം മാത്രം പ്രതിപക്ഷ നേതാവിന്റെ ഫേസ്ബുക്ക് പേജിൽ കയറി ഒരാഴ്ചത്തെ മാത്രം പത്രസമ്മേളനങ്ങൾ മാത്രം പരതിയപ്പോഴാണ് ഇത്രയും നുണ കാണാൻ കഴിഞ്ഞതും ഇതിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ എനിക്ക് സാധിച്ചതും. കേരളത്തിലെ സുപ്രധാനമായിട്ടുള്ള ഭരണഘടനാ പദവി വഹിക്കുന്ന പ്രതിപക്ഷ നേതാവിനെ പോലുള്ള ഒരാൾ ജനങ്ങളോട് ഒരാഴ്ചയിൽ ഇത്രയും നുണ പറയുന്നുണ്ടെങ്കിൽ ഒരു മാസം എത്ര നുണ പറയുന്നുണ്ടാവും? ഒരു വർഷം, കഴിഞ്ഞ ഒരു 5 വർഷത്തിനുള്ളിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ എത്ര നുണകൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും? എന്തായാലും വിധിക്കാനും വിധി പറയാനും വിധി കൽപ്പിക്കാനൊന്നും ഞാൻ ആളല്ല. ഒരു കാര്യം മാത്രം പറയാം, കേരളത്തിലെ ജനങ്ങൾ, മലയാളി ഇതിനേക്കാൾ മികച്ചൊരു പ്രതിപക്ഷ നേതാവിനെ അർഹിക്കുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.